ശാന്തി 14/7/25 പ്രഭാത മുരളി ബാബ് ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, വലിയ വലിയ സ്ഥാനങ്ങളിൽ വലിയ വലിയ കടകൾ, അതായത് സെന്റേഴ്സ് തുറക്കൂ. സേവനം വർദ്ധിപ്പിക്കുന്നതിനായി പ്ലാൻ തയ്യാറാക്കൂ. മീറ്റിംഗ് നടത്തൂ, ചിന്തിക്കൂ. ചോദ്യം: സ്ഥൂലമായ വണ്ടേഴ്സിനെ കുറിച്ച് എല്ലാവരും അറിയുന്നു. പക്ഷേ കുട്ടികളായ നിങ്ങൾ മാത്രം അറിയുന്ന ഏറ്റവും വലിയ വണ്ടർ ഏതാണ്? ഉത്തരം: ഏറ്റവും വലിയ വണ്ടർ അഥവാ അതിശയം ഇതാണ്. സർവരുടെയും സദ്ഗതി ദാതാവായ ബാബ സ്വയം വന്ന് പഠിപ്പിക്കുന്നു. ഈ വണ്ടർഫുള്ളായ കാര്യം പറഞ്ഞു കൊടുക്കുന്നതിനായി നിങ്ങൾ അവരവരുടെ കടകൾ മൂടി പിടിപ്പിക്കണം. കാരണം മനുഷ്യർ പുറം മൂടി കണ്ടിട്ടാണ് വരുന്നത്. അതിനാൽ ഏറ്റവും നല്ലതും വലുതുമായ കട ക്യാപിറ്റലിൽ ഉണ്ടാകേണ്ടതാണ്. അതിലൂടെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ. ഗീതം: മരിക്കുന്നത് നിന്റെ വിധിയിൽ. ഓം ശാന്തി. ശിവഭഗവാനുവാച, രുദ്രഭഗവാനുവാച എന്നും പറയുവാൻ സാധിക്കും. കാരണം ശിവമാല എന്ന് പാടപ്പെടുന്നില്ല. ഏതൊരു മാലയാണോ മനുഷ്യർ ഭക്തിമാർഗത്തിൽ വളരെയധികം തിരിക്കുന്നത്, അതിന് രുദ്രമാല എന്ന് പേര് വച്ചിരിക്കുന്നു. കാര്യം ഒന്ന് തന്നെയാണ്, എന്നാൽ യഥാർത്ഥ രീതിയിൽ ശിവബാബ പഠിപ്പിക്കുന്നു. ആ പേര് തന്നെയാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ രുദ്രമാല എന്ന പേരാണ് തുടർന്ന് വരുന്നത്. അപ്പോൾ അതും മനസ്സിലാക്കിച്ചു കൊടുക്കണം. ശിവനും രുദ്രനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. നമ്മൾ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്ത് ബാബയുടെ മാലയിൽ സമീപം വരട്ടെ. ഈ ഉദാഹരണവും പറഞ്ഞു തരുന്നു. കുട്ടികൾ ഓട്ടപ്പന്തയം നടത്തുമ്പോൾ ലക്ഷ്യം വരെ എത്തിയ ശേഷം പിന്നീട് മടങ്ങി വന്ന് ടീച്ചറിന്റെ അടുക്കൽ നിൽക്കുന്നു. കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ 84ന്റെ ചക്രം കറങ്ങി. ഇപ്പോൾ ഏറ്റവും ആദ്യം പോയി മാലയിൽ കോർക്കപ്പെടണം. അതാണ് ഹ്യൂമൻ സ്റ്റുഡൻസിന്റെ റേസ്. ഇത് ആത്മീയ റേസാണ്. ആ റേസ് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കില്ല. ഇതാകട്ടെ ആത്മാക്കളുടെ കാര്യമാണ്. ആത്മാവാണെങ്കിൽ വൃദ്ധനോ യുവാവോ ചെറുതോ വലുതോ ഒന്നും ആകുന്നില്ല. ആത്മാവ് ഒന്ന് തന്നെയാണ്. ആത്മാവിന് തന്നെയാണ് തൻ്റെ പിതാവിനെ ഓർമ്മിക്കേണ്ടത്. ഇതിൽ യാതൊരു പ്രയാസത്തിൻ്റെ കാര്യവുമില്ല. പഠനത്തിൻ്റെ കാര്യത്തിൽ അയവ് വന്നു പോയാൽ പോലും ഈ കാര്യത്തിൽ എന്ത് പ്രയാസമാണ്? ഒന്നും തന്നെയില്ല. എല്ലാ ആത്മാക്കളും സഹോദരങ്ങളാണ്. ആ റേസിൽ യുവാക്കൾ വേഗത്തിൽ ഓടും. ഇവിടെയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യമില്ല. കുട്ടികളായ നിങ്ങളുടെ റേസ് രുദ്രമാലയിൽ കോർക്കപ്പെടുന്നതിൻ്റെതാണ്. ബുദ്ധിയിൽ ഇതുണ്ട്. നമ്മൾ ആത്മാക്കളുടെയും വൃക്ഷമുണ്ട്. അതാകട്ടെ ശിവബാബയുടെ മുഴുവൻ മനുഷ്യവംശത്തിൻ്റെയും മാലയാണ്. 108ൻ്റെയോ 16,108ൻ്റെയോ മാലയല്ല. അങ്ങനെയല്ല. ഏതെല്ലാം മനുഷ്യരുണ്ടോ എല്ലാവരുടെയും മാലയാണ്. കുട്ടികൾ നമ്പർ വാരായി മനസ്സിലാക്കുന്നു. ഓരോരുത്തരും അവരവരുടെ ധർമ്മത്തിൽ പോയി വിരാജിക്കും. പിന്നെ കൽപ്പകൽപ്പങ്ങളിൽ അതേ സ്ഥാനത്ത് നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കും. ഇതും അത്ഭുതമാണല്ലോ. ലോകം ഈ കാര്യങ്ങൾ അറിയുന്നില്ല. നിങ്ങളിലും ആരാണോ വിശാല ബുദ്ധിയുള്ളവർ, അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നമ്മൾ എല്ലാവർക്കും എങ്ങനെ വഴി പറഞ്ഞു കൊടുക്കട്ടെ എന്ന ചിന്ത കുട്ടികളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ഇതാണ് വിഷ്ണുവിൻ്റെ മാല. തുടക്കം മുതൽ വംശാവലി ആരംഭിക്കുന്നു. ശാഖകളും ഉപശാഖകളും എല്ലാം ഉണ്ടല്ലോ. അവിടെയും ചെറിയ ചെറിയ ആത്മാക്കൾ വസിക്കുന്നു. ഇവിടെയാണ് മനുഷ്യർ. വീണ്ടും എല്ലാ ആത്മാക്കളും ആക്യുറേറ്റായി അവിടെ നിലകൊള്ളും. ഇത് വണ്ടർഫുൾ കാര്യങ്ങളാണ്.
മനുഷ്യർ ഈ സ്ഥൂല വണ്ടേഴ്സ് എല്ലാം കാണുന്നു, പക്ഷേ അവയൊന്നും ഒന്നും തന്നെയല്ല. ഇത് എത്ര വണ്ടറാണ്! സർവരുടെയും സദ്ഗതി ദാതാവായ പരംപിത പരമാത്മാവ് വന്ന് പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ എല്ലാ പോയിന്റ്സും ധാരണ ചെയ്യണം. മുഖ്യമായ കാര്യം തന്നെ ഗീതയുടെ ഭഗവാന്റേതാണ്. ഇതിൻ്റെ മേൽ ജയം നേടിയെങ്കിൽ കഴിഞ്ഞു. ഗീത സർവശാസ്ത്രമയി ശിരോമണിയാണ്. ഭഗവാനാൽ പാടപ്പെട്ടതാണ്. ഏറ്റവും ആദ്യം ഈ കാര്യത്തിൽ പരിശ്രമിക്കണം. ഇക്കാലത്ത് വളരെ വലിയ പുറം മൂടി ആവശ്യമാണ്. ഏത് കടയിലാണോ വളരെയധികം ഷോ ഉള്ളത്, അവിടെ മനുഷ്യർ വളരെയധികം തള്ളിക്കയറുന്നു. ഇവിടെ നല്ല സാധനങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കും. കുട്ടികൾ ഭയപ്പെടുന്നു. ഇത്രയും വലിയ വലിയ സെന്റർ തുറക്കണമെങ്കിൽ 1,00,000 2,00,000 അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. അപ്പോഴേ മനസ്സിനിണങ്ങിയ കെട്ടിടം ലഭിക്കുകയുള്ളൂ. ഒരേ ഒരു റോയൽ വലിയ കട ഉണ്ടായിരിക്കണം. വലിയ കടകൾ വലിയ വലിയ നഗരങ്ങളിൽ തന്നെയാണ് തുറക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും വലിയ കട ക്യാപിറ്റലിൽ തുറക്കണം. കുട്ടികൾ എങ്ങനെ സേവനം വർദ്ധിപ്പിക്കട്ടെ എന്ന് വിചാരസാഗര മഥനം ചെയ്യണം. വലിയ കട തുറക്കുകയാണെങ്കിൽ വലിയ വലിയ വ്യക്തികൾ വരും. വലിയ വ്യക്തികളുടെ ശബ്ദം ഉടൻ വ്യാപിക്കുന്നു. ആദ്യം ഇതിൽ പരിശ്രമിക്കേണ്ടതാണ്. സേവനത്തിന് വേണ്ടി വലുതിലും വലിയ സ്ഥാനം ഇങ്ങനെയുള്ള സ്ഥാനത്ത് ഉണ്ടാക്കണം. അത് വലിയ വലിയ മനുഷ്യർ വന്ന് കണ്ട് അത്ഭുതപ്പെടട്ടെ. പിന്നെ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നവരും ഫസ്റ്റ് ക്ലാസ് ആയവർ വേണം. തീരെ സാധാരണമായ ഏതെങ്കിലും ഒരു BK ആണ് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതെങ്കിൽ അവർ വിചാരിക്കും ഒരുപക്ഷെ എല്ലാ BKസും ഇങ്ങനെയാണ് എന്ന്. അതിനാൽ കടയിലെ സെയിൽസ്മാനും നല്ല ഫസ്റ്റ് ക്ലാസ് ആയത് ആവശ്യമാണ്. ഇതും തൊഴിലാണല്ലോ. ബാബ പറയുന്നു, ധൈര്യമുള്ള കുട്ടികളെ ബാഗ്ദാദ സഹായിക്കുന്നു. ആ വിനാശി ധനമാണെങ്കിൽ ഉപയോഗത്തിൽ വരില്ല. നമുക്ക് നമ്മുടെ അവിനാശി സമ്പാദ്യം നടത്തണം. ഇതിൽ വളരെ പേരുടെ മംഗളമുണ്ടാകും. ഈ ബ്രഹ്മാവ് ചെയ്തതുപോലെ പിന്നെ ആരും വിശന്ന് മരിക്കുകയില്ല. നിങ്ങളും കഴിക്കുന്നു, ഇദ്ദേഹവും കഴിക്കുന്നു. ഇവിടെയാകട്ടെ ആഹാരപാനീയങ്ങൾ ലഭിക്കുന്നു. അത് മറ്റെവിടെയും ലഭിക്കുന്നില്ല. ഇതെല്ലാം കുട്ടികളുടേത് തന്നെയാണല്ലോ. കുട്ടികൾക്ക് തൻ്റെ രാജധാനി സ്ഥാപിക്കണം. ഇതിൽ വളരെ വലിയ വിശാല ബുദ്ധി ആവശ്യമാണ്. ക്യാപിറ്റലിൽ പേര് വന്നുവെങ്കിൽ എല്ലാവരും മനസ്സിലാക്കും, പറയും തീർച്ചയായും ഇവർ സത്യമാണ് പറയുന്നത്. വിശ്വത്തിൻ്റെ അധികാരി ഭഗവാൻ തന്നെയാണ് ആക്കുക. മനുഷ്യനെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുകയില്ല. ബാബ സേവനത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിർദ്ദേശം തന്നുകൊണ്ടിരിക്കുന്നു. സേവനത്തിൻ്റെ അഭിവൃദ്ധി ഉണ്ടാകുന്നത് കുട്ടികൾക്ക് വിശാല മനസ്സ് ഉണ്ടാകുമ്പോഴാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വിശാല മനസ്സോടെ ചെയ്യൂ. ഏതൊരു ശുഭകാര്യവും സ്വയം ചെയ്യണം. ഇത് വളരെ നല്ലതാണ്. ഇങ്ങനെ ചൊല്ലുണ്ട്, സ്വയം ചെയ്യുന്നവരാണ് ദേവത, പറയുമ്പോൾ ചെയ്യുന്നവർ മനുഷ്യർ. പറഞ്ഞിട്ടും ചെയ്യാത്തവരോ? ബാബയാണെങ്കിൽ ദാതാവാണ്. ബാബ ഇങ്ങനെ ആരോടും പറയില്ല, ഇത് ചെയ്യൂ, ഈ കാര്യത്തിൽ ഇത്രയും വിനിയോഗിക്കൂ എന്ന് ഇല്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നു, വലിയ വലിയ രാജാക്കന്മാരുടെ കൈ ഒരിക്കലും അടഞ്ഞിരിക്കുന്നില്ല. രാജാക്കന്മാർ എപ്പോഴും ദാതാവായിരിക്കും. ബാബ നിർദ്ദേശം നൽകുന്നു എന്തെല്ലാമാണ് പോയി ചെയ്യേണ്ടത് എന്ന്. ജാഗ്രതയും വളരെയധികം ആവശ്യമാണ്. മായയുടെ മേൽ ജയം നേടണം. വളരെ ഉയർന്ന പദവിയാണ്. അന്തിമത്തിൽ റിസൾട്ട് വരും. പിന്നെ ആരാണോ വളരെയധികം മാർക്കോടെ പാസ്സാകുന്നത് അവർക്ക് സന്തോഷവും ഉണ്ടാകും. അന്തിമത്തിൽ എല്ലാവർക്കും സാക്ഷാത്കാരവും ഉണ്ടാകുമല്ലോ.
പക്ഷേ ആ സമയം എന്തു ചെയ്യുവാൻ സാധിക്കും? ഭാഗ്യത്തിൽ എന്തുണ്ടോ അതായിരിക്കും ലഭിക്കുന്നത്. പുരുഷാർത്ഥത്തിൻ്റെ കാര്യം വേറെയാണ്. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, വിശാല ബുദ്ധിയാകൂ. ഇപ്പോൾ നിങ്ങൾ ധർമാത്മാക്കളാകുന്നു. ലോകത്തിൽ വളരെയധികം ധർമാത്മാക്കൾ ജീവിച്ച് പോയിരുന്നുവല്ലോ. അവർക്ക് വളരെയധികം പ്രശസ്തി ഉണ്ടായിരിക്കുന്നു. ഇന്നയാൾ വളരെ വലിയ ധർമാത്മാവായ മനുഷ്യനായിരുന്നു എന്ന്. ചിലരാണെങ്കിൽ ധനം ശേഖരിച്ച് പെട്ടെന്ന് മരിച്ചു പോകുന്നു. പിന്നെ ട്രസ്റ്റി നിയമിതമാകുന്നു. ചിലരുടെ കുട്ടികളും അയോഗ്യരാണെങ്കിൽ പിന്നെ ട്രസ്റ്റിയെ നിയമിക്കുന്നു. ഈ സമയത്താകട്ടെ ഇത് പാപാത്മാക്കളുടെ ലോകമാണ്. വലിയ വലിയ ഗുരുക്കന്മാർക്കും മറ്റും ദാനം ചെയ്യുന്നു. ഏതുപോലെയാണ് കാശ്മീരിലെ മഹാരാജാവ് ഉണ്ടായിരുന്നു. ആര്യ സമാജികൾക്ക് ലഭിക്കട്ടെ എന്ന് ബിൽ ചെയ്തിട്ട് പോയി, അവരുടെ ധർമ്മം അഭിവൃദ്ധി പ്രാപിക്കാൻ. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ഏത് ധർമ്മത്തെയാണ് അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരേണ്ടത്? ആദി സനാതന ദേവീ ദേവത ധർമ്മം തന്നെയാണ്. ഇതും ആർക്കും അറിയില്ല. ഇപ്പോൾ നിങ്ങൾ വീണ്ടും സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മാവിലൂടെയാണ് സ്ഥാപന. ഇപ്പോൾ കുട്ടികൾ ഒന്നിൻ്റെ ഓർമ്മയിൽ ഇരിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ ഓർമ്മയുടെ ബലത്തിലൂടെയാണ് മുഴുവൻ സൃഷ്ടിയെയും പവിത്രമാക്കുന്നത്. കാരണം നിങ്ങൾക്ക് വേണ്ടി പവിത്ര സൃഷ്ടി ആവശ്യമാണ്. ഇതിന് തീ പിടിക്കുന്നതിലൂടെ പവിത്രമായി മാറുന്നു. മോശമായ വസ്തുവിനെ അഗ്നിയിൽ പവിത്രമാക്കുന്നു. ഇതിൽ എല്ലാ അപവിത്ര വസ്തുക്കളും പതിച്ച് പിന്നീട് നല്ലതായി പുറത്തു വരും. നിങ്ങൾക്കറിയാം, ഇത് വളരെ മോശവും തമോ പ്രധാനവുമായ ലോകമാണ്. വീണ്ടും സദോ പ്രധാനമാകണം. ഇത് ജ്ഞാനയജ്ഞമാണല്ലോ. നിങ്ങൾ ബ്രാഹ്മണരാണ്. ഇതും നിങ്ങൾക്കറിയാം. ശാസ്ത്രങ്ങളിൽ അനേകം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. യജ്ഞത്തിൽ പിന്നെ ദക്ഷ പ്രജാപിതാവിൻ്റെ പേര് കാണിച്ചിട്ടുണ്ട്. പിന്നെ രുദ്രജ്ഞാനയജ്ഞം എവിടെ പോയി? ഇതിനെക്കുറിച്ചും എന്തെല്ലാം കഥകളാണ് ഇരുന്ന് എഴുതിയിട്ടുള്ളത്. യജ്ഞത്തിൻ്റെ വർണ്ണന നിയമമനുസരിച്ചല്ല, ബാബ തന്നെയാണ് വന്ന് എല്ലാം മനസ്സിലാക്കിക്കുന്നത്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ശ്രീമത്തിലൂടെ ജ്ഞാനയജ്ഞം രചിച്ചിരിക്കുന്നു. ഇതാണ് ജ്ഞാനയജ്ഞം. പിന്നെ വിദ്യാലയവുമാകുന്നു. ജ്ഞാനവും യജ്ഞവും രണ്ടും വേറെ വേറെ വാക്കുകളാണ്. യജ്ഞത്തിൽ ആഹുതിയിടണം. ജ്ഞാനസാഗരനായ ബാബ തന്നെ വന്ന് യജ്ഞം രചിക്കുന്നു. ഇത് വളരെ വലിയ യജ്ഞമാണ്. ഇതിൽ മുഴുവൻ പഴയ ലോകവും സ്വാഹ ആകണം. അതിനാൽ കുട്ടികൾക്ക് സേവനത്തിൻ്റെ പ്ലാൻ ഉണ്ടാക്കണം. ഗ്രാമങ്ങളിലും മറ്റും സേവനം ചെയ്യൂ. ദരിദ്രർക്ക് ഈ ജ്ഞാനം കൊടുക്കേണ്ടതാണ് എന്ന് നിങ്ങളോട് വളരെ പേർ പറയുന്നു. നിർദ്ദേശം മാത്രം നൽകുന്നു, സ്വയം ഒന്നും ചെയ്യുന്നില്ല, സേവനം ചെയ്യുന്നില്ല. നിർദ്ദേശം മാത്രം തരുന്നു, ഇങ്ങനെ ചെയ്യൂ, വളരെ നല്ലതാണ്. പക്ഷേ നമുക്ക് ഒഴിവ് സമയമില്ല. നോളജ് വളരെ നല്ലതാണ്. എല്ലാവർക്കും ഈ നോളജ് ലഭിക്കേണ്ടതാണ്. സ്വയം ഉയർന്ന വ്യക്തിയായും നിങ്ങളെ ചെറിയ വ്യക്തിയായും മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് വളരെ ജാഗ്രതയോടെ ഇരിക്കണം. ആ പഠനത്തോടൊപ്പം പിന്നെ ഈ പഠനവും ലഭിക്കുന്നു. പഠനത്തിലൂടെ സംസാരിക്കുവാനുള്ള ബുദ്ധി വന്നു ചേരുന്നു. മാനേഴ്സും നല്ലതാകുന്നു. പഠിപ്പില്ലാത്തവരാകട്ടെ മൂഢന്മാരെ പോലെയാണ്. എങ്ങനെ സംസാരിക്കണം എന്ന് ബുദ്ധിയില്ല. ഉയർന്ന വ്യക്തികളോട് എപ്പോഴും താങ്കൾ എന്ന് പറഞ്ഞു വേണം സംസാരിക്കാൻ. ഇവിടെ ആകട്ടെ ഇങ്ങനെയുള്ള ചിലരുമുണ്ട്. പതിയെ പോലും നിങ്ങൾ നിങ്ങൾ എന്ന് പറയും. താങ്കൾ എന്ന വാക്കാണ് റോയൽ. വലിയ വ്യക്തികളെ താങ്കൾ എന്നാണ് പറയുക. ബാബ ആദ്യം നിർദ്ദേശം നൽകുന്നു. ഡൽഹി പരിസ്ഥാൻ ആയിരുന്നു. വീണ്ടും ഇതിനെ പരിസ്ഥാനം ആക്കണം.
അപ്പോൾ ഡൽഹിയിൽ എല്ലാവർക്കും സന്ദേശം നൽകണം. വളരെ നല്ല അഡ്വർടൈസ്മെന്റ് ചെയ്യണം. ടോപ്പിക്സും പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. ടോപ്പിക്കിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കൂ, പിന്നെ എഴുതിക്കൊണ്ടിരിക്കൂ. വിശ്വത്തിൽ എങ്ങനെ ശാന്തി ഉണ്ടാകും വന്ന് മനസ്സിലാക്കൂ. 21 ജന്മത്തേക്ക് എങ്ങനെ നിരോഗിയാകുവാൻ സാധിക്കും വന്ന് മനസ്സിലാക്കൂ. ഇങ്ങനെ സന്തോഷത്തിൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാകണം. 21 ജന്മത്തേക്ക് വേണ്ടി നിരോഗിയും സത്യയുഗത്തിലെ ഡബിൾ കിരീടധാരിയും വന്ന് ആകൂ. സത്യയുഗി എന്ന വാക്ക് എല്ലാത്തിലും ചേർക്കൂ. സുന്ദരമായ വാക്കുകൾ ഉണ്ടായിരിക്കണം. അത് മനുഷ്യർ കണ്ട് സന്തോഷിക്കണം. വീട്ടിലും ഇങ്ങനെയുള്ള ബോർഡും ചിത്രങ്ങളും വെച്ചിട്ടുണ്ടാകണം. തൻ്റെ ജോലിയും മറ്റും ചെയ്തുകൊള്ളൂ. അതിനോടൊപ്പം സേവനവും ചെയ്തുകൊണ്ടിരിക്കൂ. ജോലിയിൽ മുഴുവൻ ദിവസവും ഇരിക്കേണ്ടി വരുന്നില്ല. കേവലം മേൽനോട്ടം വഹിക്കേണ്ടി വരുന്നു. ബാക്കി കാര്യങ്ങൾ അസിസ്റ്റന്റ് മാനേജർ നടത്തിക്കുന്നു. ചില സേട്ടുമാർ ധനികർ വിശാല മനസ്കരായിരിക്കും. അസിസ്റ്റന്റിന് നല്ല വേതനം നൽകി ഇരിപ്പിടത്തിൽ ഇരുത്തുന്നു. ഇതാണെങ്കിൽ പരിധിയില്ലാത്ത സേവനമാണ്. മറ്റുള്ളവയെല്ലാം പരിധിയുള്ള സേവനമാണ്. ഈ പരിധിയില്ലാത്ത സേവനത്തിൽ എത്ര വിശാല ബുദ്ധി ആകേണ്ടതാണ്. നമ്മൾ വിശ്വത്തിൻ്റെ മേൽ ജയം നേടുന്നു. കാലന്റെ മേലും നമ്മൾ ജയം നേടി അമരമായി മാറുന്നു. ഇങ്ങനെയെല്ലാം എഴുതിയത് കണ്ട് വരികയും മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. അമരലോകത്തിൻ്റെ അധികാരി നിങ്ങൾക്ക് എങ്ങനെയാകുവാൻ സാധിക്കും എന്ന് വന്ന് മനസ്സിലാക്കൂ. വളരെയധികം ടോപ്പിക്സ് കണ്ടെത്തുവാൻ സാധിക്കും. നിങ്ങൾക്ക് ആരെയും വിശ്വത്തിൻ്റെ അധികാരിയാക്കുവാൻ സാധിക്കും. അവിടെ ദുഃഖത്തിൻ്റെ പേരോ അടയാളമോ ഉണ്ടായിരിക്കുന്നില്ല. കുട്ടികൾക്ക് എത്ര സന്തോഷമുണ്ടാകണം. ബാബ വീണ്ടും നമ്മെ എന്താക്കി മാറ്റുവാൻ വന്നിരിക്കുന്നു. കുട്ടികൾക്കറിയാം, പഴയ സൃഷ്ടിയിൽ നിന്നും പുതിയത് ആകണം. മരണവും മുന്നിൽ നിൽക്കുന്നു. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട്. വലിയ യുദ്ധം നടക്കുമ്പോൾ കളി തന്നെ സമാപ്തമാകും. നിങ്ങൾ നല്ല രീതിയിൽ അറിയുന്നു. ബാബ വളരെ സ്നേഹത്തോടെ പറയുന്നു, മധുരമായ കുട്ടികളെ, വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. ഭാരതത്തിൽ നിങ്ങൾ അളവറ്റ സുഖം കണ്ടു. അവിടെ രാവണ രാജ്യമേ ഇല്ല. അപ്പോൾ ഇത്രയും സന്തോഷം ഉണ്ടാകണം. കുട്ടികൾ പരസ്പരം ഇരുന്ന് അഭിപ്രായങ്ങൾ എടുക്കണം. പത്രങ്ങളിൽ ഇടണം. ഡൽഹിയിലും എയ്റോപ്ലെയിനിൽ നിന്നും നോട്ടീസ് ഇടും. ക്ഷണം നൽകുന്നുണ്ട്. ചിലവ് വളരെയധികം ഉണ്ടാകുന്നില്ല. വലിയ ഓഫീസർ മനസ്സിലാക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ടും ചെയ്യുവാൻ സാധിക്കും. ബാബ നിർദ്ദേശം നൽകുന്നു. കൽക്കട്ടയിലെ ചൗരംഗിയിൽ ഫസ്റ്റ് ക്ലാസ് ആയ ഒരു റോയൽ കട ഉണ്ടായിരിക്കണം. അപ്പോൾ ഉപഭോക്താക്കൾ വളരെ പേർ വരും. മദ്രാസ്, ബോംബെ തുടങ്ങിയ വലിയ വലിയ പട്ടണങ്ങളിൽ വലിയ കട ഉണ്ടാകണം. ബാബ ബിസിനസ്മാനുമാണല്ലോ. നിങ്ങളിൽ നിന്നും വിലയില്ലാത്ത ചില്ലിക്കാശ് വാങ്ങി എക്സ്ചേഞ്ചായി എന്താണ് നൽകുന്നത്? അതിനാലാണ് ദയാഹൃദയൻ എന്ന് മഹിമ ചെയ്യപ്പെടുന്നത്. കൗടിയിൽ നിന്നും വജ്രതുല്യമാക്കുന്നവനാണ്. മനുഷ്യനിൽ നിന്നും ദേവതയാക്കുന്നവനാണ്. ബലിയർപ്പണം ഒരു ബാബയുടേതാണ്. ബാബയില്ലായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് എന്ത് മഹിമ ഉണ്ടാകുമായിരുന്നു? കുട്ടികളായ നിങ്ങൾക്ക് ലഹരി ഉണ്ടായിരിക്കണം. ഭഗവാനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നരനിൽ നിന്നും നാരായണനാകുന്നതിൻ്റെ എയിം ഓബ്ജക്റ്റ് മുന്നിലുണ്ട്. ഏറ്റവും ആദ്യം ആരാണോ അവ്യഭിചാരി ഭക്തി ആരംഭിച്ചത് അവർ തന്നെ വന്ന് ഉയർന്ന പദവി നേടുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യും. ബാബ എത്ര നല്ല നല്ല പോയിന്റ്സ് മനസ്സിലാക്കിക്കുന്നു. കുട്ടികൾ മറന്നു പോകുന്നു. അതിനാൽ ബാബ പറയുന്നു, പോയിന്റ്സ് എഴുതൂ, ടോപ്പിക്സ് എഴുതിക്കൊണ്ടിരിക്കൂ. ഡോക്ടർമാരും പുസ്തകങ്ങൾ പഠിക്കുന്നു. നിങ്ങളാകട്ടെ മാസ്റ്റർ ആത്മീയ സർജനാണ്.
നിങ്ങളെ ആത്മാവിന് എങ്ങനെയാണ് ഇഞ്ചക്ഷൻ വെക്കുന്നത് എന്ന് പഠിപ്പിക്കുന്നു. ഇത് ജ്ഞാനത്തിൻ്റെ ഇഞ്ചക്ഷനാണ്. ഇതിൽ സൂചിയോ മറ്റോ ഇല്ല. ബാബ അവിനാശി സർജനാണ്. ആത്മാക്കളെ വന്ന് പഠിപ്പിക്കുന്നു. അത് അപവിത്രമായിരിക്കുന്നു. ഇതാകട്ടെ വളരെ ഈസിയാണ്. ബാബ നമ്മളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. ആ ഒന്നിനെ നമുക്ക് ഓർമ്മിക്കുവാൻ കഴിയുന്നില്ല. മായയുടെ ഒപ്പോസിഷൻ വളരെയുണ്ട്. അതിനാൽ ബാബ പറയുന്നു, ചാർട്ട് വയ്ക്കൂ, സേവനത്തിൻ്റെ ചിന്തയും നടത്തൂ. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ടാകും. എത്ര നന്നായി മുരളി കേൾപ്പിച്ചാലും യോഗമില്ല. ബാബയോട് സത്യത ഉള്ളവരാകുന്നതും വളരെ പ്രയാസമാണ്. നമ്മൾ വളരെ തീവ്രമാണ് എന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ ബാബയെ ഓർമ്മിച്ച് ചാർട്ട് അയച്ചേനെ. അപ്പോൾ ബാബ മനസ്സിലാക്കും എത്രത്തോളം സത്യമാണ് അതോ അസത്യമാണോ എന്ന്. ശരി, കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. അവിനാശി ജ്ഞാനരത്നങ്ങളുടെ സെയിൽസ്മാൻ ആകണം. ശരി, മധുരമധുരമായ സിക്കില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. എയിം ഓബ്ജക്റ്റ് മുന്നിൽ വച്ച് ലഹരിയിൽ ഇരിക്കണം. മാസ്റ്റർ ആത്മീയ സർജനായി എല്ലാവർക്കും ജ്ഞാന ഇഞ്ചക്ഷൻ വയ്ക്കണം. സേവനത്തോടൊപ്പം ഓർമ്മയുടെയും ചാർട്ട് വയ്ക്കണം. അപ്പോൾ സന്തോഷമുണ്ടായിരിക്കും. സംസാരിക്കുന്നതിൻ്റെ വളരെ നല്ല മാനേഴ്സ് വയ്ക്കണം. താങ്കൾ എന്ന് പറഞ്ഞ് സംസാരിക്കണം. ഓരോ കാര്യവും വിശാല മനസ്കരായി ചെയ്യണം. വരദാനം. സർവ കർമ്മേന്ദ്രിയങ്ങളുടെയും ആകർഷണത്തിൽ നിന്നും ഉപരിയായി കമല സമാനം ഇരിക്കുന്ന ദിവ്യ ബുദ്ധിയുടെയും ദിവ്യ നേത്രത്തിൻ്റെയും വരദാനിയായി ഭവിക്കട്ടെ. ബാബ്ദാദയിലൂടെ ഓരോ ബ്രാഹ്മണനായ കുട്ടിക്കും ജന്മം ഉണ്ടായപ്പോൾ തന്നെ ദിവ്യ സമർത്ഥ ബുദ്ധിയുടെയും ദിവ്യ നേത്രത്തിൻ്റെയും വരദാനം ലഭിച്ചിരിക്കുകയാണ്. ഏത് കുട്ടികളാണോ തൻ്റെ ബർത്ത്ഡേയുടെ ഈ ഗിഫ്റ്റ് സദാ യഥാർത്ഥ രീതിയിൽ യൂസ് ചെയ്യുന്നത്, അവർ കമല പുഷ്പത്തിന് സമാനം ശ്രേഷ്ഠ സ്ഥിതിയുടെ ആസനത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഒരു പ്രകാരത്തിലുമുള്ള ആകർഷണത്തിന്, ദേഹത്തിൻ്റെ സംബന്ധത്തിനോ ദേഹത്തിൻ്റെ പദാർത്ഥത്തിനോ ഏതെങ്കിലും കർമ്മേന്ദ്രിയത്തിനോ അവരെ ആകർഷിക്കുവാൻ സാധിക്കില്ല. അവർ സർവ ആകർഷണങ്ങൾക്കും ഉപരി സദാ ഹർഷിതമായി ഇരിക്കുന്നു. അവർ സ്വയം കലിയുഗി പതീത വികാരി ആകർഷണങ്ങളിൽ നിന്നും അകന്നു മാറിയതായി അനുഭവിക്കുന്നു. സ്ലോഗൻ. എപ്പോഴാണോ എവിടെയും ആസക്തി ഇല്ലാതിരിക്കുന്നത്, അപ്പോൾ ശക്തി സ്വരൂപം പ്രത്യക്ഷമാകും. അവ്യക്ത സൂചന. സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. തൻ്റെ ശ്രേഷ്ഠ സങ്കല്പത്തിലൂടെ അന്യ ആത്മാക്കളുടെ വ്യർത്ഥ സങ്കല്പങ്ങളുടെയും വികല്പങ്ങളുടെയും ഒഴുക്കിൻ്റെ പ്രവാഹത്തിൽ നിന്നും തൻ്റെ ശക്തി കൊണ്ട് അല്പസമയത്തേക്ക് അകന്നു മാറി കാണിക്കൂ. വ്യർത്ഥ സങ്കല്പത്തെ ശുദ്ധ സങ്കല്പങ്ങളിലേക്ക് പരിവർത്തനപ്പെടുത്തൂ. ഒരു സ്ഥാനത്തായിരിക്കുമ്പോഴും അനേകം ആത്മാക്കളിൽ താങ്കളുടെ ശ്രേഷ്ഠ സങ്കല്പത്തിൻ്റെയും ദിവ്യദൃഷ്ടിയുടെയും പ്രഭാവം പതിയണം. ഓം ശാന്തി. മനസ്സിലെ സങ്കല്പങ്ങളെ ഞാൻ നിരീക്ഷിക്കുന്നു. എൻ്റെ സങ്കല്പങ്ങളെ നിരീക്ഷിക്കുമ്പോൾ സങ്കല്പങ്ങളുടെ വേഗത സാവധാനത്തിൽ ആകുന്നു. സദ്വിവേകത്തെ ഉണർത്തി സൂക്ഷ്മമായ മനോവിഷമങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കും വിട നൽകി അവയിൽ നിന്നും എൻ്റെ മനസ്സിനെ ഞാൻ സ്വതന്ത്രമാക്കുന്നു.
വിപരീത സാഹചര്യങ്ങളെയും വിഘ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി എന്നിലുണ്ട്. ഞാൻ എല്ലാ വ്യർത്ഥ വികൽപ്പങ്ങൾക്കും വിരാമമിട്ട് എൻ്റെ നിജസ്വരൂപത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒരു അലൗകിക പ്രകാശബിന്ദുവായി അമരമായ ആത്മാവാണ് ഞാൻ. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയാകുന്ന എൻ്റെ നൈസർഗിക ഗുണം ഞാൻ അനുഭവിക്കുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെ പ്രകാശവീചികൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. ഈ സ്ഥിതിയിലിരുന്ന് ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും ബുദ്ധിയുടെ ബന്ധം വേർപെടുത്തി പരമധാമം ആകുന്ന ആത്മഗ്രഹത്തിലേക്ക് സങ്കല്പത്തിലൂടെ യാത്ര ചെയ്യുന്നു. സർവത്ര ശാന്തതയും സ്വീറ്റ് സൈലൻസും നിറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ സ്വതന്ത്രമാണ്, ഭാരരഹിതമാണ്, ശാന്ത സ്വരൂപമാണ്. നിശബ്ദതയുടെ ഈ ധാമത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെ സ്പന്ദനങ്ങൾ എനിക്ക് അനുഭവപ്പെടുന്നു. ആ ദിവ്യമായ ശാന്തിയുടെ സ്രോതസ്സായ ശിവപരമാത്മാവിൻ്റെ സമീപം സ്ഥിതി ചെയ്യുന്നു. ശാന്തി സാഗരനും സർവശക്തിവാനും ജ്ഞാനസൂര്യനുമായ പരമാത്മാവിൻ്റെ ഈ ശ്രേഷ്ഠ സംഘത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെയും ശക്തിയുടെയും ആത്മീയ ഊർജം എന്നിൽ നിറയുന്നു. പരമാത്മാവിൽ നിന്നും പ്രസരിക്കുന്ന ശക്തിശാലി സ്പന്ദനങ്ങൾ മനസ്സിനെയും ബുദ്ധിയെയും പ്രകാശമാനമാക്കുന്നു. അഗ്നിക്ക് പരിവർത്തന ശക്തി ഉണ്ടായിരിക്കുന്നത് പോലെ ഈ പരമാത്മാ പ്രകാശം എന്നിലെ പരിമിതമായ വ്യക്തിത്വ ഭാവങ്ങളെ സമാപ്തമാക്കി അപരിമിതമായ അലൗകിക വ്യക്തിത്വം എമർജ് ആക്കുന്നു.
സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും അലൗകിക ഈശ്വരീയ അനുഭവങ്ങളാൽ സമ്പന്നമായി ഞാൻ സ്മൃതിയുടെ ശക്തിയിലൂടെ സാകാര ദേഹത്തിലേക്ക് മടങ്ങി വരുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും ശ്രേഷ്ഠ തരംഗങ്ങൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. ഈ തരംഗങ്ങൾ അന്തരീക്ഷത്തെ, വായുമണ്ഡലത്തെ ശക്തിശാലിയും ശാന്തവുമാക്കി മാറ്റുന്നു.